വിശ്വാസിയുടെ ജീവിതവും നടപ്പും ഇടപെടലുകളൊക്കെ എപ്രകാരം ആയിരിക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നിഷ്കർഷിക്കുന്നത്. ഇന്ന് പ്രഭാത വിചാരത്തിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ക്രൈസ്തവന്റെ ജീവിതം മാതൃകാപരമായിരിക്കണം എന്നുള്ളതിൽ നാം എല്ലാവരും ഏക അഭിപ്രായമുള്ളവരാണ്. എന്നാൽ ക്രൈസ്തവന്റെ നടപ്പ്, അവന്റെ ജീവിതം, അവന്റെ സാക്ഷ്യം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അവന്റെ സവിശേഷ സ്വഭാവം എന്തായിരിക്കണം? അവന്റെ നടപ്പ് എപ്രകാരമായിരിക്കണം? ഒരു നല്ല വിശ്വാസിയെക്കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹവും പ്രതീക്ഷയും എന്താണ്? വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ വിളിച്ച വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം നടക്കുക. ദൈവം നിങ്ങളെ വിളിച്ച് ഈ ജീവിതത്തിലേക്ക് വേർതിരിച്ചു എങ്കിൽ ദൈവത്തിന്റെ വിളിക്ക് ഹിതകരമായി, അനുയോജ്യമായി നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, ക്രമീകരിക്കുക എന്നാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത്. നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാകുന്ന പ്രകാരം നിങ്ങൾ നടക്കുക. എഫേസ്യ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലും മീഖ പ്രവചനത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലും ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ നടപ്പ് എപ്രകാരമായിരിക്കണമെന്ന് വളരെ വ്യക്തമായി ലളിതമായ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും കൂടെ നിങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ചരിക്കുക. പൂർണ്ണമായ വിനയം ക്രൈസ്തവന്റെ മുഖമുദ്രയാണ്. കാരണം എളിമയുടെയും വിനയത്തിന്റെയും ലോകമാതൃകയായ ക്രിസ്തുവിന്റെ അനുയായിയാണ് ക്രൈസ്തവൻ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ സൗമ്യത എന്ന് പറയുന്നത്. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ഇടപെടാൻ സാധിക്കുക, ആർദ്രതയുള്ളൊരു മനസ്സ് കാത്തു സൂക്ഷിക്കാനാവുക, മറ്റുള്ളവന്റെ വേദനകളെ മനസ്സിലാക്കി അവരോട് ഇടപെടുവാനായിട്ട് സാധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമാണെന്ന് ഇന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ്ലീഹ ചേർത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ ദീർഘക്ഷമയോടെ നടക്കുക. ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ക്ഷിപ്രകോപം നമ്മെ തകർത്ത് കളയുന്നുണ്ട്. ജീവിതത്തിൽ ഏറ്റവും അടുത്ത് ഇടപെടുന്നവരോട് പോലും ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. മാതാപിതാക്കളോട്, ജീവിത പങ്കാളിയോട്, മക്കളോട് ഒന്നും ഒരു പക്ഷേ വേണ്ട രീതിയിൽ ക്ഷമിക്കാനും പൊറുക്കാനും പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ്ലീഹ ക്രിസ്തുവിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ദീർഘക്ഷമ ധരിക്കുക എന്നാണ്. നിങ്ങൾ ക്ഷമയിലൂടെ ജീവനെ നേടുക എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തിയ വചനം അപ്പോസ്തലന്റെ ഈ വാക്യത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. എഫേസ്യ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലും 2-ാമത്തെ അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിലും 4-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലും നിങ്ങൾ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കരുതെന്ന് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. അർത്ഥമില്ലാത്ത വിവേകരഹിതമായ
വഴികളിലൂടെ നിങ്ങൾ നടക്കരുത്. ക്രിസ്തുവിൽ ഇത്രയധികം വിശിഷ്ടമായ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നാനാവിധമാക്കി കളയരുതെന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം കർത്താവ് രക്ഷിതാവാകുന്ന യേശു മിശിഹായുടെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെല്ലാം. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, നമ്മുടെ ജീവിതത്തിന് ഒരു പ്രമാണമുണ്ട്, നമ്മുടെ ജീവിതത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. കർത്താവും രക്ഷിതാവുമാവുന്ന യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ മൂല്യജീവിതം നയിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് ജീവിതം നയിക്കാതിരിക്കുക എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എഫേസ്യ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ സ്നേഹത്തിൽ വർത്തിക്കുക എന്ന് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. ഒരു വിശ്വാസിയുടെ, ഒരു ക്രൈസ്തവന്റെ നടപ്പ് സ്നേഹത്തിൽ കേന്ദ്രീകരിച്ചായിരിക്കണം. സ്നേഹമയമായിരിക്കണം ഒരു ക്രൈസ്തവന്റെ ജീവിത സാഹചര്യങ്ങളെന്ന് അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ നമ്മോട് പറയുന്നു. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ വെളിച്ചത്തിലുള്ളവരായി നിങ്ങൾ ജീവിക്കുക എന്ന് വീണ്ടും ശ്ലീഹ നമ്മളോട് പറയുകയാണ്. സാക്ഷാൽ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം പങ്കുവെക്കുന്നവരായി, പ്രസരിപ്പിക്കുന്നവരായി നിങ്ങൾ മാറ്റപ്പെടുക എന്ന് ശ്ലീഹ ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ വെളിച്ചത്തിലുള്ളവരായി നടക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ ഉള്ളവരായി ജീവിക്കുക എന്നാണ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിൽ ഉൾച്ചേർന്ന് മാതൃകാ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത്. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യവും 6-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യവും പരിശോധിക്കുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ ജ്ഞാനികളായിട്ട് നടക്കുക, ക്രിസ്തുവിൽ ജ്ഞാനമുള്ളവരായി ജീവിക്കുക, ജീവിതത്തെ നന്നായി വിശകലനം ചെയ്യുന്ന വിവേകമതികളായി ജീവിക്കുക, സാഹചര്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കുക, രക്തബന്ധങ്ങളെ മറക്കാതെ ജീവിക്കുക, മറ്റുള്ളവരോട് വിവേകപൂർവം ഇടപെട്ട് ക്രിസ്തുവിന്റെ നല്ല സാക്ഷികളായി ഈ ലോകത്തിൽ മാതൃകാ ജീവിതം നയിക്കുക. അങ്ങനെ ഒരു ദൈവഭക്തനായ മനുഷ്യന്റെ നടപ്പും അവന്റെ ജീവിത സാഹചര്യങ്ങളും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ക്രിസ്തുവിന്റെ സ്വഭാവത്താൽ നിയന്ത്രിക്കപ്പെട്ട് കർത്താവിന്റെ ചൂടടയാളം ധരിച്ച് ബന്ധങ്ങളെ പരിപോഷിപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. അതിന് ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. al